Hello, I'm Deepa Divakar, your anchor on this episode of Hair on Air podcast series. Today we're going to talk about hair on our head. And hair on our head add value to our looks. And we realize it only when we start losing hair so fast. And then we start doing so many things, from home remedies to hair patches to hair transplantation, which is also a good option. Sometimes we are in the rush for finding quick fix solutions for our hair loss. And we do everything that the influencers say, who have very little knowledge about hair and even no knowledge about the medical aspects of the hair. And that is going to do more damage than doing good to our hair in the long run. Our podcast is intended to give you more information from the experts in your city and across the country. To educate us on how to keep our hair healthy and prevent hair loss, we have with us renowned dermatologist and trichologist Dr. Indu B. from Indu Skin Clinic and Cosmetology Center, Elamakara, Cochin. Welcome to our Hair on Air podcast series. Thank you, Deepa. Dr. Indu, നമ്മൾ ഒത്തിരി ഏറെ കാണാറുണ്ട് ഇങ്ങനെ ഈ ഹെയർ ലോസിനെ പറ്റിയൊക്കെ ഒത്തിരി പറയാറുണ്ട്, കേൾക്കാറുമുണ്ട്. പക്ഷേ എല്ലാ ദിവസവും കുറച്ച് മുടി പോകും. എന്നാലും എപ്പോഴാണ് ഈ മുടി പോകുന്നു എന്ന് നമ്മൾ സീരിയസ് ആയിട്ട് ചിന്തിച്ച് തുടങ്ങേണ്ടത്? വെൻ ഷുഡ് വി റിയലി ഫീൽ ദാറ്റ് ഐ ആം ലൂസിങ് മൈ ഹെയർ, ദാറ്റ് സീരിയസ് സിറ്റുവേഷൻ, വെൻ ഇസ് ദാറ്റ്? Okay. So ideally, normally hair cycle-ലാണ് വളരുന്നത്. So there is a growing phase, there is a shedding phase and a resting phase. Majority of our hair are always in the growing phase. Whereas ഒരു amount of hair is always in the shedding phase. So on an average 50 to 100 strands in a day നോർമൽ ആയിട്ടുള്ള ഒരു ഹെയർ ഫോൾ ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. സോ ഇഫ് യു സ്റ്റാർട്ട് ലൂസിങ് വെരി ക്ലംസ് ഓഫ് ഹെയർ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് വീട്ടിൽ അടിച്ച് തൂക്കുമ്പോൾ കാണുന്നു, ഓർ ഓൺ യുവർ പില്ലോ, ഓർ യു ആർ സീയിങ് സഡൻലി ഓവർനൈറ്റ് പാച്ചസ് ഓർ ഗ്രാജുവൽ തിന്നിങ് ഓഫ് ഹെയർ, സ്കാൽപ്പ് വിസിബിലിറ്റി ഓർ സ്കാൽപ്പ് ലീച്ചിങ്, ദെൻ ഇറ്റ്സ് ബെറ്റർ ടു കൺസൾട്ട് എ ഡെർമറ്റോളജിസ്റ്റ്. അപ്പോൾ ഡോക്ടർ ഇപ്പോൾ ഒരു ബാലൻസ്ഡ് ഡയറ്റിനെ പറ്റി പറയുന്നുണ്ടായിരുന്നു. അതൊന്ന് സ്പെസിഫൈ ചെയ്യാൻ പറ്റുമോ? കാരണം എല്ലാവർക്കും അതിനുള്ള നോളജ് ഉണ്ടാവത്തില്ല ചിലപ്പോൾ. യെസ്. So, well-balanced diet is essential for hair as well as skin and as well as body health. അപ്പോൾ അതിൽ ഹെയറിനെ ബാധിക്കുന്നത് കൂടുതലും എസ്പെഷ്യലി ഫീമെയിൽസിന് ഇപ്പോൾ അയൺ ഡെഫിഷ്യൻസി, അവർക്ക് പീരിയഡ്സ് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഫ്ലോ കൂടുതലാണ് എങ്കിൽ, അല്ലെങ്കിൽ ജനറലായിട്ട് ഒരു അയൺ ഡെഫിഷ്യൻസി കുറച്ചുകൂടി ഫീമെയിൽസിൽ കാണുന്നതാണ്. സോ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഹെയർ ബ്രേക്കേജ്, ഇൻക്രീസ് ഹെയർ ഫോൾ, നെയിൽ ബ്രേക്കേജ് ഒക്കെ വരാം. സോ അയൺ പ്ലേസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ. മെയിൽസിൽ സംഭവം അയൺ ഡെഫിഷ്യൻസി അനീമിയ കുറവാണ്. ദ നെക്സ്റ്റ് കോമൺ അസോസിയേഷൻ ഇസ് വൈറ്റമിൻ ഡി. സോ ഇപ്പം പാടത്ത് പണിയുള്ളവർക്ക് വരെ, ഈവൻ പീപ്പിൾ ഹു ആർ വർക്കിംഗ് അണ്ടർ സൺലൈറ്റ്, ദേ ആർ ഹാവിങ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി. വൈറ്റമിൻ ഡി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദ ഹോൾ ബോഡി. സോ അതിൽ വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ സൂര്യപ്രകാശം കിട്ടുമ്പോഴൊക്കെ ഉണ്ടാവുമെന്നല്ലേ പറയുന്നത്. അപ്പോൾ അവരവിടെ നിൽക്കുമ്പോൾ അവർക്ക് അതുണ്ട് കിട്ടുന്നില്ല. ഇപ്പം വരുന്ന യു വി റേഡിയേഷനിൽ ആ ഒരു വൈറ്റമിൻ ഡി അങ്ങനെ ഡെവലപ്പ് ആവുന്നില്ല. നോട്ട് ഇനഫ് ടു കീപ്പ് എ നോർമൽ ലെവൽസ് ഇൻ ആ ബോഡി. സോ അതുകൊണ്ട് തന്നെ മോസ്റ്റ് ഓഫ് ദ വൈറ്റമിൻ ഡി ഫുഡ് സോഴ്സിൽ നിന്ന് വളരെ കുറവാണ് വരുന്നത്. ആനിമൽ സോഴ്സിൽ നിന്നുണ്ടെങ്കിലും വളരെ കുറവാണ്. നമ്മൾ എടുക്കുന്ന ഡയറ്റിൽ എപ്പോഴും അത്ര എമൗണ്ട് ഓഫ് ന്യൂട്രീഷണൽ വാല്യൂ ഉണ്ടാവണം എന്നില്ല. സോ അതുകൊണ്ട് തന്നെ റെഗുലർ ബ്ലഡ് ചെക്കപ്പ് ചെയ്യുന്നത് നല്ലതാണ്. ഇൻ എ ഫീമെയിൽ തൈറോയിഡ് വാല്യൂസ്, വൈറ്റമിൻ ഡി, അയൺ വാല്യൂസ് റെഗുലറായിട്ട് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. ഇൻ എ മെയിൽ ഹൂസ് കംപ്ലൈനിങ് ഓഫ് ഇൻക്രീസ് ഹെയർ ഫോൾ, വൈറ്റമിൻ ഡി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് കൂടാതെ ബയോട്ടിൻ ഓൾസോ പ്ലേസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഹെയർ ഫോൾ. സോ ഡെഫിനറ്റ്ലി ഡയറ്റ് വെച്ച് നമുക്ക് കുറേയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും, ബട്ട് ന്യൂട്രീഷണൽ സപ്ലിമെൻറ്റ്സ് ആർ എസെൻഷ്യൽ. അപ്പം നമ്മളില്ലേ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ പഴയ ആൾക്കാരിൽ ഇതൊന്നും കാണാറില്ല അല്ലേ? പഴയ ആൾക്കാർ ഇത്രയും വിഷമിക്കുന്നതും കാണാറില്ല, ഇത്രയും പ്രശ്നങ്ങളും ഇല്ല. അപ്പം അതെന്തുകൊണ്ടായിരിക്കും അന്നത്തെ സമയത്ത്? സോ ഡെഫിനറ്റ്ലി ദ ന്യൂട്രീഷൻ ആൻഡ് ദ ഫുഡ് വി ടേക്ക്. സോ പഴയ ആൾക്കാർ ഇപ്പം വെജിറ്റബിൾസ് ഒക്കെ തന്നെ അവരുടെ ഗാർഡനിൽ വളർത്തി വരുന്ന പ്രിസർവേറ്റീവ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന വളരെ കുറവാണ്. സോ നമുക്ക് പക്ഷേ വി ഡോണ്ട് ഹാവ് ദാറ്റ് ഫെസിലിറ്റി. വി ഹാവ് ടു ഡിപ്പെൻഡ് ഓൺ ദ റെഗുലർ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഫുഡ്. So imagine you buy some garlic or some vegetable, you leave it outside, it doesn't get rotten anymore. പണ്ടത്തെ പോലെ it doesn't get rotten. So lot of preservatives and hormone disruptors go into it. നമ്മുടെ ഫുഡ് ആൻഡ് ഡ്രഗ് റെഗുലേഷനിൽ ചിലപ്പോൾ അതൊക്കെ ഓക്കെ ആയിരിക്കും, പക്ഷേ ദ മൂമെന്റ് they get into the body, hormonal disruption is quite rampant. അപ്പം imagine younger children consuming it at an early age. സോ അതുകൊണ്ട് തന്നെ ഹെയർ ലോസും ഈ ജനറ്റിക് ആയിട്ട് വരുന്ന കോമ്പണൻസ്, ഈവൻ ഫോർ ദാറ്റ് മാറ്റർ പ്യൂബർട്ടി ഓൾസോ ഇസ് ഹിറ്റിംഗ് ഏർലി
nowadays. So ഇതെല്ലാം നമ്മുടെ ഒരു ജനറൽ സ്കിൻ ഹെൽത്തിനെയും ഹെയർ ഹെൽത്തിനെയും ബോഡി ഹെൽത്തിനെയും ബാധിക്കുന്നു. So there are so many products in the market now which talks about, there's one cream to make your hair soft, another cream to give good curls, and there is one more cream to increase your volume instantly. അതൊക്കെ ശരിയാണോ? So there are lot of products in the market. Curly girl hair method അതിലാണ് അത് വരുന്നത്. Some of the products are really good, I would say. I don't want to name brands, but some of the products are really good. I will talk about it later with you. Yeah, so personally, being a curly, girl and curly haired female, I also use some of the products. So, കുറേയൊക്കെ ഇൻഗ്രീഡിയൻസ് ആർ നോട്ട് മെൻഷൻഡ് ഓർ ഈ പറഞ്ഞതുപോലെ ഡയറക്റ്റ് ഇൻഗ്രീഡിയൻസും ഇൻഡയറക്റ്റ് ഇൻഗ്രീഡിയൻസും കാണും. സോ ലോട്ട് ഓഫ് തിങ്സ് വി കനോട്ട് കൺട്രോൾ by just looking into the ingredients list alone. But what I would say is trial and error definitely important ആണ്. പക്ഷേ again hot humid place like Kerala, exfoliating shampoos must ആണ് in addition to these products. So once or twice in a week ഇങ്ങനത്തെ പ്രോഡക്ട്സ് യൂസ് ചെയ്തിട്ട് then you can use softening agents. ഈ പറയുന്ന softening agents യൂസ് ചെയ്തിട്ട് ഹെയർ സ്റ്റൈൽ ചെയ്യാം. What essentially all of these does is it holds the moisture. It's locking in the moisture. So that is why we are able to build up the curls. അതിൽ stronger ingredients ഉണ്ട്, lighter ingredients ഉണ്ട്. Stronger ingredients will hold the curls lot stronger. പിന്നെ setting sprays ഒക്കെ ഉണ്ട് to hold it in place, but come on, we can't use that on a daily basis. Yes. And ഈ ഡാൻഡ്രഫ് ആണെങ്കിൽ തന്നെയും ഡ്രൈ സ്കാൽപ്പ് ആകുന്നതിനെയാണോ ഡാൻഡ്രഫ് എന്ന് വിളിക്കുന്നത്? ഓക്കെ, സോ ഡാൻഡ്രഫ് അഥവാ മെഡിക്കൽ ടേമിൽ സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്ന കണ്ടീഷൻ ഇസ് നോട്ട് എ സിംഗിൾ കോസ് ആൻഡ് ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് എ ക്യൂറബിൾ കോസ്. ഇത് യൂഷ്വലി ടീനേജിൽ സ്റ്റാർട്ട് ചെയ്യും. വൈ? ബിക്കോസ് അവരുടെ ഹോർമോൺസ് ആർ ആക്ടിങ് ഓൺ ദെയർ ഓയിൽ ഗ്ലാൻഡ്സ്. അപ്പോൾ അതിനൊരു ഇൻഫ്ലമേറ്ററി പ്രോസസ്സും ഉണ്ട്, അവിടെ ഒരു ഫംഗൽ പ്രോസസ്സും ഉണ്ട്. ഇറ്റ് ഈസ് ആക്ച്വലി മൾട്ടിഫാക്ടോറിയൽ. സോ അപ്പം എഗെയിൻ ഡാൻഡ്രഫ് പെർസെ ഒരു ഹെയർ ഫോൾ കോസ് ചെയ്യില്ല. Dandruff is only happening on the scalp. It is not happening on the hair or the hair root. പക്ഷേ ഡാൻഡ്രഫ് വരുമ്പോൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഇച്ചിങ്, സ്കെയിലിംഗ്, അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂസ് കാരണം നമുക്കൊരു ഓവറോൾ ഒരു ഇച്ചിങ്, ഗ്രീസിനെസ് ഒക്കെ ബിൽഡപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഹെയർ ഫോൾ അത് കാരണം സെക്കൻഡറി കാരണം വരാം. ബട്ട് പെർസെ ഡാൻഡ്രഫ് കാരണം ഇച്ചിങ് കാരണം പിന്നെ നമ്മൾ ഇച്ച് ചെയ്ത് കോൺസ്റ്റൻ്റ് ആയിട്ട് ഇച്ച് ചെയ്ത് ആ ഹെയർ റൂട്ടിനെ ഡാമേജ് ചെയ്യുമ്പോൾ ഫോളിക്കുലൈറ്റിസ് പോലെ സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരാം. ദാറ്റ് ക്യാൻ കോസ് ഹെയർ ഫോൾ. ബട്ട് പെർ സേ ഡാൻഡ്രഫ് വിൽ നെവർ കോസ് ഹെയർ ഫോൾ. ഇപ്പം ഈ ബോൾഡ്നെസ് എന്ന് പറയുന്നത് 18 years തൊട്ടൊക്കെ വരുന്നുണ്ട്. സോ അതിൽ ആ സമയത്ത് എന്ത് സ്ട്രെസ് ആയിരിക്കും അവർക്ക് കൂടിപ്പോയി ഉണ്ടാവുന്നത്? സോ കെൻ യു ടെൽ us more about that? സോ പാറ്റേൺ ബോൾഡ്നെസ് അല്ലെങ്കിൽ മെയിൽ പാറ്റേൺ ആൻഡ് ഫീമെയിൽ പാറ്റേൺ ബോൾഡ്നെസ് ഇസ് I wouldn't say it's very common at 18 years of age, but we do see it. Now why? Because genetic element definitely ഉണ്ട്. ബട്ട് ഇപ്പം നമ്മുടെയൊക്കെ ജനറേഷനിലെ ആൾക്കാരെടുത്താൽ we have seen pattern baldness at maybe 40s and 50s. But nowadays we are seeing as early as 18 years of age. So what I would say is element like stress is definitely there. പക്ഷേ ഹോർമോൺ imbalance is quite common. പിന്നെ ജനറ്റിക് എലിമെൻറ്റും ഇതിൽ പ്ലേ ചെയ്യുന്നുണ്ട്. Doctor, to prevent hair fall and promote hair growth, ഒരു ഫസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും പറയാൻ പോകുന്നത്? So if a person is coming to me with diffuse hair fall, first you have to assess the type of hair fall. എന്ത് കാരണമാണ്? പെട്ടെന്ന് വന്നതാണോ, വർഷങ്ങളായിട്ടുള്ള ഹെയർ ഫോൾ ആണോ, ഗ്രാജുവലി വരുന്നതാണോ? ഡിപ്പെൻഡിങ് ഓൺ ദാറ്റ് വി ഡു ഡിസൈഡ് ദ ട്രീറ്റ്മെൻറ്റ് ഓൺ ദാറ്റ്. സോ പെട്ടെന്ന് വരുന്ന ഒരു ഹെയർ ഫോൾ ഇറ്റ് കുഡ് ബി ബിക്കോസ് ഓഫ് ന്യൂമറസ് റീസൺസ്. Recent ആയിട്ട് വല്ല ഇൻഫെക്ഷൻ ലൈക്ക് കോവിഡ് ഓർ ഡെങ്കു ഇസ് വെരി റാമ്പൻറ്റ് നൗ. വി ആർ സീയിങ് ലോട്ട് ഓഫ് ഡെങ്കു റിലേറ്റഡ് ഹെയർ ഫോൾ. അങ്ങനെയൊക്കെ ആണെങ്കിൽ മോസ്റ്റ് ഓഫ് ദ ടൈം ദേ ജസ്റ്റ് നീഡ് ലിറ്റിൽ ബിറ്റ് ഓഫ് ന്യൂട്രീഷണൽ സപ്ലിമെൻറ്റ്സ്, lot of hand holding and just ഒരു word of advice മാത്രം മതി. But whereas you see chronic hair loss or patterned hair loss or a male pattern or female pattern hair loss, we have to assess if nutritional element is playing into that and there is a deficiency ഉണ്ടോ, ഇതിൽ thyroid factors ഉണ്ടോ. അപ്പോൾ അതൊക്കെ അസസ് ചെയ്തതിന് ശേഷം lot of treatments available, options are available now. Be it just application or intake or even clinic based treatment. So depending on the type of hair loss നമ്മൾ ഇതിൽ മൂന്നിൽ in a combination or a standalone ആയിട്ട് ചൂസ് ചെയ്യാറുണ്ട്. ചില ആൾക്കാർക്ക് ഇങ്ങനെ ഈ മെന്നിന് ചിലവർക്ക് ഇങ്ങനെ സർക്കുലർ ബാലൻസ് ആയിരിക്കും വരുന്നത്, ചിലവർക്ക് നെക്കിൻ്റെ ബാക്കിലായിരിക്കും വരുന്നത്. ഇത് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ വരുന്നത്? ഇപ്പോൾ ഒരു പാറ്റേൺ ആകുമ്പം എല്ലാവർക്കും ഒരുപോലെയല്ലേ വരേണ്ടത്? ഓക്കെ,
സോ പാറ്റേൺ ഹെയർ ലോസ് മെയിൽസിന് യൂഷ്വലി ഹെയർ ലൈൻ വെച്ചിട്ടാണ് മെജോറിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇഫ് യു ലുക്ക് അറ്റ് എ പേഴ്സൺ ഇൻ ദെയർ 20s, ഹെയർ ലൈൻ ആണ് കൂടുതലും എഫക്റ്റഡ് ആവുന്നത്. ഗ്രാജ്വലി ഇറ്റ് ക്യാൻ എയ്തർ സ്പ്രെഡ് ടു ദ ക്രൗൺ ഏരിയ ഓർ ടു ദ വെർട്ടെക്സ്. അങ്ങനെയാണ് അത്, ആ ഒരു ഡിസീസ് എലിമെൻറ്റ് അങ്ങനെയാണ് വന്നേക്കുന്നത്. കാരണം മെയിൽസിൽ അവരുടെ ടെസ്റ്റോസ്റ്റിറോൺ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഹെയർ ഫോളിക്കിൾസ് ഈ ഏരിയയിലാണ്. സോ ദേ സ്റ്റാർട്ട് ലൂസിങ് അങ്ങനത്തെ ഫോളിക്കിൾസ് അറ്റ് എ ഏർലി സ്റ്റേജ്. ബട്ട് ദാറ്റ് ഓൾസോ ഇസ് ഗ്രാജുവൽ. ലൈക്ക് ചിലവർക്ക് ഇപ്പം 18 years കാണില്ല, ചിലപ്പോൾ ഒരു ഹെയർ ലൈൻ എലിമെൻറ്റ് മാത്രമേ ഇൻവോൾവ് ആകത്തുള്ളൂ. ചിലവർക്ക് പക്ഷേ 20s കുറച്ചുകൂടി വിസിബിളായി തുടങ്ങുന്നത്, ചിലവർക്ക് 30s 40s. സോ അതിനൊരു ക്ലിയർ കട്ട് ഒരു ഇൻഫർമേഷൻ നമുക്കില്ല. ബട്ട് ആസ് സച്ച് മെയിൽ പാറ്റേൺ ബോൾഡ്നെസ് ഈ ഒരു പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നത്. നൗ വെൻ യു ടോക്കിംഗ് അബൌട്ട് വെൽ ഡിഫൈൻഡ് പാച്ചസ്, ചിലർക്ക് വെൽ ഡിഫൈൻഡ് പെട്ടെന്ന് വരുന്ന പാച്ചസ് കാണും. സോ ദാറ്റ് ഈസ് സംതിങ് ക്വൈറ്റ് ഡിഫറെൻറ്റ്. ഇറ്റ്സ് എൻ ഇൻഫ്ലമേറ്ററി പ്രോസസ്, അലോപേഷ്യ ഏരിയേറ്റ എന്ന് പറയും. അതിന് യൂഷ്വലി ദ ട്രീറ്റ്മെൻറ്റ് ഇസ് ഓൾസോ ക്വൈറ്റ് ഡിഫറെൻറ്റ് ഫ്രം ദ ജെനറ്റിക് ബോൾഡിങ്. ഇപ്പം പല ഓപ്ഷൻസും ഉണ്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റിനാണെങ്കിൽ തന്നെ. ആൻഡ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത് ഹെയർ ട്രാൻസ്പ്ലാന്റിലാണ്. സോ എന്തായിരിക്കും ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്നത്, ആൻഡ് എന്താണ് ക്ലിയർ കട്ട് ഡിഫറൻസ് ബിറ്റ്വീൻ ഹെയർ ട്രാൻസ്പ്ലാന്റ് ആൻഡ് ഹെയർ വീവിങ്? ഏതായിരിക്കും ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്നത്? സോ ഫോർ ദാറ്റ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഹെയർ ട്രാൻസ്പ്ലാന്റ് ആൻഡ് ഹെയർ വീവിങ്. ഹെയർ ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുന്ന ഒരു സർജിക്കൽ പ്രൊസീജിയറാണ്, ഒരു പെർമനൻറ്റ് റിസൾട്ട്സ് നിയർ പെർമനൻ്റ് ആയിട്ടുള്ള പ്രൊസീജിയറാണ്. വേർ യു ആർ ടേക്കിംഗ് യുവർ ഓൺ ഹെയർ most commonly from the back of the head and putting it in the area where you don't have hair. Whereas hair weaving അങ്ങനെയല്ല. hair weaving temporary ആണ്, where they are available as mostly extensions which can be glued on or clipped on to the scalp. So obviously that is not permanent. Whereas hair transplant അങ്ങനെയല്ല, you are putting your hair in the area which is not there. അത് അവിടെ ഇൻടാക്റ്റ് ആണ്, ഒരു കുഴപ്പവും പോകാൻ നമ്മൾ വെക്കുന്ന ഹെയറിൻ്റെ റൂട്ട് ഇതിലോട്ട് നമ്മൾ സ്കിന്നിലോട്ട് പിടിക്കും. സോ ദാറ്റ് ഹാപ്പൻസ് ഇൻ ദ ഫസ്റ്റ് 1 to 2 weeks. സോ ആ ഫസ്റ്റ് 1 to 2 weeks നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് ഫോളോ ചെയ്യേണ്ട കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ആ പിടിക്കുന്ന ഹെയർ ഒരു ഓവർ എ പീരീഡ് ഓഫ് 4 to 6 months ആണ് ഗ്രോത്ത് വരുന്നത്. ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് നമ്മൾ എടുത്ത് വെക്കുന്ന ഹെയർ അങ്ങനെ തന്നെ തിരിച്ചു വരും. ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. അത് പൊഴിഞ്ഞു പോകും. പൊഴിഞ്ഞു പോയിട്ട് ആ ഹീലിംഗ് നമ്മൾ സ്ലിറ്റ് വെച്ചിട്ടാണ്, ചെറിയ ഹോൾസ് ഉണ്ടാക്കിയിട്ടാണ് ഹെയർ വെക്കുന്നത്. സോ ആ സ്ലിറ്റ്സ് ഹീലായി പതുക്കെ ആണ് പുതിയ ഹെയർ ഗ്രോത്ത് വരുന്നത്. ദാറ്റ് ഹെയർ ഇസ് യൂഷ്വലി ഇൻടാക്ട്. നമ്മുടെ ബാക്കിൽ ആ ഹെയർ ഇൻടാക്റ്റ് ആയിട്ടുണ്ട് എങ്കിൽ ദ ഫ്രണ്ടിൽ നമ്മൾ വെച്ച ഹെയറും ഇൻടാക്റ്റ് ആയിരിക്കും. സോ യു ക്യാൻ കളർ ദ ഹെയർ, യു ക്യാൻ കട്ട് ദ ഹെയർ, everything like a normal hair. Whereas weaving അങ്ങനല്ലല്ലോ, you are temporary putting, you cannot cut it or you cannot color it. The color will stay permanently. It's not growing with your hair. പക്ഷെ ബാക്കിൽ ഹെയർ ഉണ്ടാവണം എന്ന് അത്യാവശ്യമാണ് അല്ലേ? ബാക്കിൽ ഹെയർ we do consider other donor areas like beard and body hair. പക്ഷേ you have to understand, നമ്മൾ ഏജ് കൂടുന്തോറും ബോഡി ഹെയർ കുറയും. സോ നമ്മൾ ബോഡി ഹെയർ ബോഡി ഹെയർ എടുത്ത് വെച്ചാൽ ഇറ്റ് മൈറ്റ് നോട്ട് സ്റ്റേ പെർമനൻ്റ്ലി. ഈവൻ ബിയർഡ് ഫോർ ദാറ്റ് മാറ്റർ, ബിയർഡിൽ കുറച്ച് നമുക്ക് കിട്ടും ഡെഫിനറ്റ്ലി. പക്ഷേ ഒരു വലിയ ഏരിയ വരുമ്പം ഇറ്റ് വിൽ നോട്ട് ബി ഇനഫ്. സോ ബാക്കിൽ എസെൻഷ്യലി നമുക്ക് ഡോണർ ഏരിയ ഉണ്ടെങ്കിൽ മാത്രമേ നല്ലൊരു ഔട്ട്കം കിട്ടത്തുള്ളൂ, നല്ലൊരു ഡെൻസിറ്റി കിട്ടത്തുള്ളൂ. ഡോക്ടർ ഇന്ദു, നൗ ദിസ് യു ക്യാൻ ഈവൻ കൺസിഡർ ദാറ്റ് ആസ് എ പേഴ്സണൽ ക്വസ്റ്റ്യൻ. പല ടൈപ്പ് ഷാംപൂസും വരുന്നുണ്ട് മാർക്കറ്റിൽ. അപ്പം പക്ഷേ മുടികളെല്ലാം വെവ്വേറെ ടൈപ്പാണ്. ചിലവർക്ക് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും, കുറച്ച് ഓയിൽ കണ്ടൻറ്റ് ഉണ്ടാകും, ചിലർക്ക് ഭയങ്കര ഡ്രൈ. എസ്പെഷ്യലി എൻ്റെ മുടി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡ്രൈ ആണ്. സോ how can you basically select your shampoo, and what is one content that we have to be careful about, that if that proportion is in excess or less or moderate, അതെന്താണ് നമ്മളത് ഏത് സാധനമാണ് അങ്ങനെ മനസ്സിലാക്കാനുള്ളത്? Okay, so Deepa, American Academy of Dermatology has not listed any shampoos in their list which can cause hair fall. You have to understand, skin is a barrier. It will prevent diffusion of certain ingredients. നമ്മൾ നോ amount of shampoo products യൂസ് ചെയ്താലും the shampoo is not going inside our skin or not even touching our root and causing a hair fall. But depending on the scalp, certain shampoos can be helpful in managing certain condition. Like if you have a oily scalp, അപ്പോൾ ഓയിലി സ്കാൽപ്പ് ഉള്ളപ്പം പ്രിഫറബിളി ആൻറ്റി ഡാൻഡ്രഫ് ഇൻഗ്രീഡിയൻസ് ഉള്ള ഷാംപൂസ് യൂസ് ചെയ്യുക. ലൈക്ക് സെലീനിയം സൾഫൈഡ് ഓർ സൈക്ലോപിറോക്സ് ഓർ കീറ്റോകോണസോൾ ബേസ്ഡ് ഷാംപൂസ് യൂസ് ചെയ്യുമ്പം ദെയർ യു ആർ ടെക്നിക്കലി ട്രൈങ് ടു റിമൂവ് ദ ഗ്രിറ്റ് ആൻഡ് ഡേർട്ട് ആൻഡ് ഓയിലിനെസ് ഫ്രം ദ സ്കാൽപ്പ്. പക്ഷേ യു ഹാവ് ടു ഇമാജിൻ ദാറ്റ് ഇസ് ലൈക്ക് എൻ എക്സ്ഫോളിയൻറ്റ്. അപ്പം ദാറ്റ് ഇഫ് യു അപ്ലൈ ഓൺ യുവർ ഹെയർ,
ഡെഫിനറ്റ്ലി ഹെയറിനും ഡ്രൈനെസ് വരാം. സോ അങ്ങനെ യൂസ് ചെയ്യുമ്പം ആൻറ്റി ഡാൻഡ്രഫ് ഷാംപൂ ഇൻഗ്രീഡിയൻ്റ് ഉള്ള ഷാംപൂസ് യൂസ് ചെയ്യുമ്പോൾ ട്രൈ ടു യൂസ് ഇറ്റ് ഓൺലി ഓൺ ദ സ്കാൽപ്പ്. On the regular hair, you can use something like a paraben-free shampoos. So most of the shampoos nowadays it's mentioned as paraben-free. Now paraben-free endana, അല്ലെങ്കിൽ sodium lauryl sulfate and paraben-free. ഇത് usually preservatives and lathering agents ആണ്. So you need some amount of that for an oily scalp. Yes. But for a dry hair, ഈ preservatives and lathering agents can further wash out your natural oils. So if you're looking for one ingredient, sulfate-free, paraben-free, shampoos would be preferable for dry hairs, but for a greasy or oily hair you can use exfoliating shampoos. അത് പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്, വന്നപ്പോഴേ ഞാൻ ശ്രദ്ധിച്ചു, നല്ല ഹെയർ ആണ് ഇന്ദു ഡോക്ടറിൻ്റെ. അതെങ്ങനെയായി മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഈ ഒരു സംഭവം ഉള്ളതുകൊണ്ടാണോ എല്ലാം നല്ലതായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? നാച്ചുറലി ഇങ്ങനെയാണോ? നാച്ചുറലി ഐ ഡോണ്ട് ഹാവ് വെരി ഗുഡ് ഹെയർ ഡെൻസിറ്റി ഉണ്ട്, ജെനറ്റിക്കലി ഐ എം ബ്ലെസ്ഡ് വിത്ത് ദാറ്റ്, ബട്ട് ഐ ഓൾസോ ഹാവ് എ വേവി ഹെയർ. So what I generally you have a baby hair? I have a baby hair. Yeah. Okay. So what I generally do is I do curly girl method. So പക്ഷേ I have a greasy scalp. So I do prefer anti-dandruff shampoos for my scalp and a paraben free and sulfate free shampoos. dry ആകുന്നില്ല അതില് for my hair. കാരണം frizziness is inevitable in our climate. Kerala is a hot and humid place. So naturally curls വരും. നമ്മൾ വാഷ് ചെയ്യുന്ന ദിവസം വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ ഹെയർ എടുത്ത് നോക്കിയാലും ഒരു സം amount of frizz is inevitable because humidity is there. സോ അത് മാറ്റാനാണ് കുറേ ആൾക്കാർ ഹെയർ സ്ട്രെയിറ്റ്നേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്. വൺസ് ഇൻ എ വൈൽ കുഴപ്പമില്ല, ടു ഹാവ് ഫൺ വിത്ത് യുവർ ഹെയർ സ്റ്റൈൽ യു നീഡ് ടു ഡു ഇറ്റ്. ബട്ട് ഓൺ എ റെഗുലർ ബേസിസ് ഇറ്റ് ഡസ് ഡാമേജ് യുവർ ഹെയർ കെരാറ്റിൻ ആൻഡ് ദ പ്രോട്ടീൻ. ആൻഡ് റീസെൻ്റ്ലി ഐ റിയലൈസ് ദാറ്റ് ഞാൻ ട്രിവാൻഡ്രത്ത് പോകുമ്പോൾ എൻ്റെ മുടിയിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്ക് തോന്നുന്നു അവിടെ കുറച്ച് സോഫ്റ്റ് വാട്ടർ ആണോ ലൈറ്റ് എന്താണെന്ന് കൊച്ചിയിലോട്ട് വരുമ്പം ഭയങ്കരമായിട്ട് ഡ്രൈ ആവും. സോ ഈവൻ ലൈക്ക് ഇപ്പം നമ്മളിപ്പോൾ മിഡിൽ ഈസ്റ്റിൽ പോവുകയാണെങ്കിൽ ഇറ്റ് ഇസ് വെരി ഹോട്ട്, ലൈക്ക് കേരള തന്നെ വളരെ ഹോട്ടാണ്, പക്ഷേ ഹ്യൂമിഡിറ്റി കുറവാണ്. സോ എ പേഴ്സൺ ലൈക്ക് മീ വെൻ ഐ ഗോ ടു ദുബായ്, കുറച്ചുകൂടി ഹെയർ വാഷ് ചെയ്ത നെക്സ്റ്റ് ഡേ കുറച്ചുകൂടി സോഫ്റ്റർ ആൻഡ് സ്ട്രെയിറ്റർ ആണ്. വെറാസ് ഇൻ കേരള ദ നെക്സ്റ്റ് ഡേ മൈ ഹെയർ ഇസ് സ്റ്റിൽ ഫ്രിസി. സോ ഡെഫിനറ്റ്ലി ഹ്യൂമിഡിറ്റി പ്ലേസ്, ക്ലൈമാറ്റിക് കണ്ടീഷൻസും നമുക്ക് ത്രീ ഇഫക്ട്സ്. സോ ഇപ്പം ഡോക്ടർ പറഞ്ഞു എക്സ്ഫോലിയേറ്റിംഗ് ഷാംപൂ, അതിനെക്കുറിച്ച് കൂടുതലൊന്ന് പറയാൻ പറ്റുമോ? ഓക്കെ, അഗെയിൻ ഇപ്പം കുറച്ച് ഡാൻഡ്രഫ് പ്രോൺ ആയിട്ടുള്ളവർ, കുറച്ച് സെബോറിക് എലമെൻ്റ് ഉള്ളവർക്ക് ഈ പറയുന്ന എക്സ്ഫോളിയേറ്റിംഗ് ഷാംപൂസ് എസെൻഷ്യലാണ്. കാരണം ബിൽഡപ്പ് കൂടുതലാണ്. സോ അങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ കീറ്റോകോണസോൾ, സെലീനിയം സൾഫൈഡ്, സാലിസിലിക് ആസിഡ്. സോ അങ്ങനത്തെ കണ്ടൻറ്റ് ഉള്ള ഷാംപൂസ് പിക്ക് ഔട്ട് ചെയ്യുക. പിക്ക് ഔട്ട് ചെയ്തിട്ട് വൺസ് ഓർ ട്വൈസ് ഇൻ എ വീക്ക് യു ക്യാൻ ക്ലെൻസ് യൂസിങ് ദ ഷാംപൂ. ബട്ട് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഫോർ ആൻ എക്സ്ഫോളിയേറ്റിംഗ് ആക്ഷൻ ഒരു മിനിമം കോൺടാക്ട് പീരീഡ് വേണം. നമ്മൾ ജസ്റ്റ് വാഷ് ചെയ്ത് ഷാംപൂ ഇട്ടിട്ട് പോയാൽ ദറ്റ് എക്സ്ഫോളിയേറ്റിംഗ് ആക്ഷൻ മേ നോട്ട് ഹാപ്പൻ ബിക്കോസ് ഇറ്റ്സ് എ ഡൈല്യൂട്ടഡ് കോൺസെൻട്രേഷൻ. ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് എ സ്ട്രോങ് കോൺസെൻട്രേഷൻ ഓഫ് ആസിഡ് ഓർ ദ ഇൻഗ്രീഡിയൻറ്റ്. സോ അപ്പം മിനിമം ഒരു 1 to 2 minutes ഡൈല്യൂട്ടഡ് ആയിട്ട് കോൺടാക്റ്റ് വെച്ചിട്ട് വാഷ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പം നേരത്തെ പറഞ്ഞു നമ്മുടെ ഹെയർ ഇത് ചെയ്യുമ്പം ക്രാഫ്റ്റിംഗ് ചെയ്യുമ്പോൾ അതിൽ ഷേവ് ചെയ്യുമെന്ന് പറഞ്ഞ്. അപ്പം ഈ PRP അല്ലെങ്കിൽ മീസോതെറാപ്പി എന്താണെന്നൊന്ന് പറഞ്ഞു തരുമോ? ഓക്കെ, സോ പ്രോസസ്സിനെ പറ്റി. PRP ഈസ് പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ. PRPയുടെ തന്നെ ഒത്തിരി വേരിയേഷൻ ലൈക്ക് PRF ആൻഡ് ഗ്രോത്ത് ഫാക്ടർ കോൺസെൻട്രേറ്റ് ഒക്കെ ഇപ്പം അവൈലബിൾ ആണ്. വാട്ട് ഇറ്റ് എസെൻഷ്യലി ഡസ് ഇസ് നമ്മുടെ പ്ലേറ്റ്ലെറ്റ്സിൽ ഇഫ് യു ലുക്ക് അറ്റ് ആ ബ്ലഡ് പ്രൊഫൈൽ, നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ദർ ഇസ് ഓൾവേസ് എൻ എലിമെൻറ്റ് ലൈക്ക് WBC, ഹീമോഗ്ലോബിൻ ആൻഡ് പ്ലേറ്റ്ലെറ്റ്സ്. സോ പ്ലേറ്റ്ലെറ്റ്സിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ പ്ലേറ്റ്ലെറ്റ്സിൽ കുറേ ഗ്രോത്ത് ഫാക്ടേഴ്സ് ഉണ്ട്. വെൻ യു ഇൻജെക്ട് ദ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ ഇൻ ടു ദ ഏരിയ ഓഫ് ലെസ് ഡെൻസിറ്റി, ഇറ്റ് ക്യാൻ ട്രിഗർ ന്യൂ ഹെയർസ് ഓർ hair which has actually gone into a dormant stage. അപ്പം PRP ആൻഡ് PRF ആൻഡ് ഗ്രോത്ത് ഫാക്ടേഴ്സ് ഒക്കെ ഇതിൽ ഏർലി സ്റ്റേജസ് ഓഫ് പാറ്റേൺ ബോൾഡ്നെസ്സിന് നമ്മൾ പ്രിഫർ ചെയ്യുന്നതാണ്. ഓർ ഈവൻ പെട്ടെന്ന് ഇപ്പോൾ ഒരു ഡെങ്കു വന്നു അല്ലെങ്കിൽ ഒരു കോവിഡ് വന്നു, ഓർ യു ഹവ് അണ്ടർഗോൺ സം മാസീവ് ട്രോമ ആൻഡ് യു ഹാവ് വെരി ബാഡ് സിവിയർ ഹെയർ ഫോൾ, such kind of procedures can help you in tiding over, helping you through that process where you're having that intense hair fall. Mesotherapy is similar where we don't take blood. അപ്പോൾ കൊമേഴ്ഷ്യലി അവൈലബിൾ മീസോ കോക്ടെയിൽസ് അവൈലബിൾ വേർ ഇങ്ങനെ ഇതുപോലെ ഗ്രോത്ത് ഫാക്ടേഴ്സ്, പ്ലാന്റ് ബേസ്ഡ് അങ്ങനത്തെ ഗ്രോത്ത് ഫാക്ടേഴ്സ് ഉള്ളത് നമ്മൾ either injecting or microneedling into the scalp with similar results. But
PRP has got a better, advantage over the microneedling or meso solutions because it's natural. അപ്പോൾ ഡോക്ടർ, ഹൗ ഡു യു റിയലി ഡിസൈഡ് ഏത് പേഷ്യൻറ്റിന് ഏത് സ്റ്റേജിലാണ് ഇത് വേണ്ടതെന്ന് എങ്ങനെയാണ് ഡിസൈഡ് ചെയ്യുന്നത്? ആൻഡ് ഏത് ഏജിലായിരിക്കും ഇവർക്ക് അത് ആവശ്യമുള്ളതെന്ന്? ഓക്കെ, സോ എസെൻഷ്യലി നമ്മൾ കൂടുതലും ട്രീറ്റ് ചെയ്യുന്നത് ഈ മെയിൽ പാറ്റേൺ അല്ലെ ഫീമെയിൽ പാറ്റേൺ ബോൾനെസ് ആണ്. സോ ഫീമെയിൽ പാറ്റേൺ ബോൾനെസ് ആൻഡ് മെയിൽ പാറ്റേൺ ബോൾനെസ്സിന് ഒത്തിരി സ്റ്റേജസ് ഉണ്ട്. സോ ദ ഏർലിയർ സ്റ്റേജസ് വേർ യു ഹാവ് റീസണബിളി ഗുഡ് എമൗണ്ട് ഓഫ് ഹെയർ ബട്ട് തിന്നിങ് ഉണ്ട്, സ്കാൽപ്പ് വിസിബിലിറ്റി ഉണ്ട്, ദെൻ വി പ്രിഫർ ഈ പറഞ്ഞ പോലെ ബ്ലഡ് ബേസ്ഡ് ട്രീറ്റ്മെൻറ്റ്സ് ഓർ മീസോ ട്രീറ്റ്മെൻറ്റ്. വെറാസ് ലേറ്റർ ഓൺ നല്ല ഒരു ഹെയർ ലോസ് ഏരിയ ഉണ്ട്, വേർ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ള ഹെയർ ഏരിയ ഉണ്ടെങ്കിൽ ദെൻ ട്രാൻസ്പ്ലാന്റ് ഇസ് എ ബെറ്റർ ഓപ്ഷൻ. നോ എമംഗ് ദ PRP ആൻഡ് മീസോ കോക്ടെയിൽസ്, ഹൗ ഡു യു പ്രിഫർ? സോ പീപ്പിൾ who have like platelet related issues, അല്ലെങ്കിൽ ഇപ്പം ഡെങ്കു വന്നു, ഡെങ്കുവിൽ പ്ലേറ്റ്ലെറ്റ്സിന് വേരിയേഷൻ വരാം. സോ അങ്ങനെയൊക്കെ ഉള്ളപ്പം ദ പ്ലേറ്റ്ലെറ്റ്സ് വിച്ച് വി ഹാർവെസ്റ്റ് മേ നോട്ട് ഹാവ് അത്രയും എമൗണ്ട് ഓഫ് ദ ഗ്രോത്ത് ഫാക്ടേഴ്സ് ഇൻ ഇറ്റ്. സോ അങ്ങനത്തെ കണ്ടീഷനിൽ, അല്ലെങ്കിൽ പീപ്പിൾ ഹു ആർ ഹാവിങ് ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസ്, അങ്ങനത്തെ കണ്ടീഷൻസിലൊക്കെ നമുക്ക് മീസോ കോക്ടെയിൽസ് അല്ലെങ്കിൽ മൈക്രോ നീഡ്ലിംഗ് ഒക്കെ പ്രിഫർ ചെയ്യാം. യൂഷ്വലി ഇറ്റ്സ് എ കോമ്പിനേഷൻ. സോ ഈവൻ ഫോർ എ നോർമൽ ഹെൽത്തി പേഴ്സൺ വി ഡു ലൈക്ക് എ കോമ്പിനേഷൻ. പിന്നെ എൻ്റെ ഒരു മൈ ഫ്രണ്ട് അവർക്കൊരു ക്യാൻസർ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ആ തെറപ്പീസൊക്കെ ചെയ്യാൻ നേരത്ത് കുറേ മുടി പോയതായിട്ടൊക്കെ കണ്ടായിരുന്നു. അപ്പം അവിടെ എന്ത് ഹോപ്പാണ് ഉള്ളത് മുടീനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന ഒരു, ബിക്കോസ് ഇതിപ്പം ക്യാൻസർ ക്യൂർ ആയിക്കൊണ്ടിരിക്കുന്ന അനുസരിച്ച് അവർക്ക് എന്തായിരിക്കും ഒരു ഹോപ്പ് ഉള്ളത്? സോ കുറേ പേരുണ്ടാവും അതറിയാനായിട്ട്. സോ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ്സ് വരുന്ന ഹെയർ ലോസും യൂഷ്വലി ടെമ്പററി ആണ്, അൺലെസ് യു ഹവ് അണ്ടർഗോൺ റേഡിയേഷൻ ഓൺ യുവർ സ്കാൽപ്പ് ആൻഡ് യുവർ ഹെഡ് ആൻഡ് നെക്ക് ഏരിയയിൽ, ദെൻ ഡെഫിനറ്റ്ലി ആ ഒരു ഏരിയയിൽ റേഡിയേഷൻ ആണ്, അപ്പോൾ ഇറ്റ് ക്യാൻ ഡെഫിനറ്റ്ലി ഡാമേജ് യുവർ ഹെയർ. പക്ഷെ ആ സമയത്ത് അവർക്ക് ഭയങ്കര ഒരു ഡിമോട്ടിവേഷൻ ആണ് അത് പോകുന്നത്. ബട്ട് മെജോറിറ്റി ടൈം ഈ പറഞ്ഞ പോലെ ഒരു ഇപ്പോൾ പോസ്റ്റ് കോവിഡ് റിലേറ്റഡ് ഹെയർ ഫോൾ അല്ലെങ്കിൽ പോസ്റ്റ് ഡെങ്കു റിലേറ്റഡ് ഹെയർ ഫോൾ തന്നെയാണ്. പെട്ടെന്ന് യുവർ ഗ്രോയിങ് ഹെയർ ഇസ് ഫോഴ്സ്ഡ് ഓർ ഗിവൺ സോ മച്ച് സ്ട്രെസ് ദാറ്റ് ഇതെല്ലാം കൂടി ഷെഡിങ് ഫേസിലോട്ട് പോകും. അതാണ് എസെൻസ്. ഇതിന് ടിലോജൻ എഫ്ലൂയം എന്നാണ് പറയുന്നത്, വേർ most of your growing hair, 90% of your growing hair is forced into the shedding phase, but it recovers on its own. നമ്മൾ യൂഷ്വലി കുറച്ച് ന്യൂട്രീഷണൽ സപ്ലിമെൻറ്റ്സും ഹെയർ തെറാപ്പീസ് ആൻഡ് ഹെയർ ട്രീറ്റ്മെൻറ്റ്സ് ലൈക്ക് PRP ക്യാൻ ഹെൽപ്പ് യു ടൈഡ് ഓവർ ദ കണ്ടീഷൻ. ഡോക്ടർ ഇന്ദു, സത്യം പറയട്ടെ, സമയം ഇപ്പോൾ പോയെന്ന് എനിക്ക് മനസ്സിലായല്ലോ. അത്രയും നോളജബിളാണ്, ഓരോ കാര്യങ്ങളെപ്പറ്റി ഇത്രയും എനിക്ക് ഇൻഡെപ്ത് ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാം വ്യൂവേഴ്സിന് അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും ഉറപ്പായിട്ടും. അപ്പം അവർക്ക് ഡോക്ടർ ഇന്ദുവിനെ കാണണമെങ്കിൽ എവിടെയാണ് വരേണ്ടത്? ഓക്കെ, സോ വി ഹാവ് 2 branches in Cochin. Indu Skin Clinic and Cosmetology Center is there in Elamakara as well as Kakanad. We do all kind of skin and hair and even plastic surgery treatments. So you can come and meet us there, obviously. അപ്പോൾ ഇവിടെ എന്തൊക്കെ സർവീസസ് ആണ് ചെയ്യുന്നത്? So we have everything related to skin, hair and even plastic surgery. നമുക്ക് സ്കിൻ റിലേറ്റഡ് എല്ലാ ട്രീറ്റ്മെൻറ്റ്സും, ലേസർ റിലേറ്റഡ് എല്ലാ ട്രീറ്റ്മെൻറ്റ്സും അവൈലബിൾ ആണ്. ഡെർമറ്റോളജി പ്രൊസീജിയേഴ്സും അവൈലബിൾ ആണ്, ലൈക്ക് ഇലക്ട്രോകോട്ടറി ആൻഡ് ഗ്രാഫ്റ്റിംഗ് എല്ലാം നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. പ്ലാസ്റ്റിക് സർജറി പ്രൊസീജിയേഴ്സ് ഓൺ എ ഡേ കെയർ സർവീസ് ഓൾസോ അവൈലബിൾ. In addition to this, we have something called as cosmetic endocrinology. That is a relatively new concept because what we realized is over a period of time, majority concern, especially females in varuna concern, കുറച്ച് ഹോർമോണൽ ഇംബാലൻസ് വരുത്തുന്ന കണ്ടീഷൻസ് ആണ്. സോ വി ഡു ഹാവ് എ എൻഡോക്രൈനോളജിസ്റ്റ് ഓൾസോ. കാരണം നമ്മളിപ്പം ഹെയർ തിന്നിങ് നോക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ ഫേഷ്യൽ ഹെയർ നോക്കുവാണ്, അമിതവണ്ണം വിച്ച് ദി ആർ നോട്ട് ട്രൈങ് ടു എക്സസൈസ് ചെയ്തിട്ടും അല്ലെങ്കിൽ ഡയറ്റ് ചെയ്തിട്ടും കുറയ്ക്കാൻ പറ്റുന്നില്ല. സോ ഇറ്റ് ഫോൾസ് അണ്ടർ അംബ്രല്ല ഓഫ് പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ്. സോ അങ്ങനത്തെ കണ്ടീഷൻസ് വളരെ കോമൺ ആണ് സ്കിൻ റിലേറ്റഡ് ആയിട്ട് വരുന്നത്. സോ വി ഡു ഹാവ് എ എൻഡോക്രൈനോളജിസ്റ്റ് ഓൾസോ വിത്ത് അസ്. ഡോക്ടർ ഇന്ദു, നമ്മുടെ വ്യൂവേഴ്സിന് എന്ത് അഡ്വൈസാണ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്? വിത്ത് ഫ്രീ ഇൻ്റർനെറ്റ് ആക്സസ്, everybody knows the importance of lifestyle, healthy eating habit on your hair and skin health. പക്ഷേ ഒരു അണ്ടർ റേറ്റഡ് കാര്യം എന്ന് പറയുന്നത് സ്ട്രെസ് മാനേജ്മെൻ്റ് ആണ്. സോ ഇഫ് യു ലുക്ക് അറ്റ് എനി ഏജ് ഗ്രൂപ്പ്, ബി ഇറ്റ് യങ് ഏജ്, സ്കൂൾ ഗോയിങ് ഏജ്, കോളേജ് ഗോയിങ്, ആസ് എൻ അഡൽട്ട്, ഓൾഡ് ഏജ്, എല്ലാവർക്കും കോമൺ ആയിട്ട് വരുന്നത് സ്ട്രെസ്സാണ്. സോ സ്ട്രെസ് മാനേജ്മെൻറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ഐ വുഡ് സേ, ആൻഡ് ഇറ്റ് ഇസ് വെരി വെരി ഭയങ്കരമായിട്ട് ഓവർലുക്ക്ഡ് ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്. സോ ബീങ് ഹാപ്പി കൗണ്ട്സ് എ ലോട്ട്.
being happy at your home, at your school, at your workplace is very essential. Dr. Indu, we're really thankful to you for sparing your precious time from your busy schedule with us. Thank you so much, Deepa. And you know what? I am really confident that our viewers will definitely adhere to whatever you have said. They will definitely take your advice, and also, they will go through the guidelines that you have given. And definitely, it was really an eye opener at times for us. And thank you so much once again. Thank you so much. Thank you, viewers, for staying connected with us, for knowing how to keep your hair strong and shining. And even if you're facing these problems, to get to know more about these from the experts in your city and across the country. We are also available on YouTube, Instagram, Spotify, and Apple Podcasts. So stay connected with us on our Hair on Air podcast. Thank you very much. See you soon with our next expert. Until then, Nanni Namaskaram.